സജി സാജി ഉള്ളതാണല്ലേ സജി ഡാ സജി എന്താച്ചാ നീ കഞ്ചാവ് വലിക്കലുണ്ടോ? കഞ്ചാവോ? ഞാനോ? കഞ്ചാവ് ഇതുവരെ കേട്ടില്ല. കഞ്ചാവോ എന്താ പാപ്പട്ട? കഞ്ചാവല്ലവേ, അതുക്കും മേലെയാ. MDMA. പിന്നല്ലാണ്ട്. അത് ശരി കേട്ടല്ല. ഇപ്പൊ തന്റെ മോൻ തന്നെ പറഞ്ഞല്ലേ MDMA വലിക്കണേന്ന്. മോനെ ഇങ്ങനെ വല്ല ഉപയോഗിക്കണ്ടേ? ഉണ്ടെങ്കിൽ തുറന്ന് പറ. എന്താച്ചാ ഞാൻ പഠിക്കാനല്ലാണ്ട് വേറെ എന്തിനെങ്കിലും പോകണ്ട ഇവിടുന്ന്? ഓ എന്റെ പൊന്നിയേട്ട ഇങ്ങനെ സംസാരിച്ചാലൊന്നും അവൻ കറക്റ്റ് ആയിട്ട് കാര്യം പറയില്ല. അവനോട് ചോദിക്കേണ്ട രീതി ചോദിക്കണം. സത്യം പറഞ്ഞ കഞ്ചാവ് വലിക്കാറുണ്ടാ? ഇല്ലക്കാ, ഞാനത് കണ്ടിട്ടും കേട്ടു. പിന്നെ എന്തിനാ രാത്രി ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത്? എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. അതെന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ പഠിക്കാൻ വരുന്നത്. ആ കഞ്ചാവ് വലിക്കാൻ പഠിപ്പിക്കാൻ ചെക്ക അല്ലേ. അനക്ക് പാലത്തിനടിയിൽ എന്താണ് പരിപാടി? ഏത് പാലം? നെല്ലിയാടി പാലത്തിന്റെ അടുത്ത്. എപ്പോഴാ നിങ്ങൾ ഉണ്ട്? രാത്രി 8 മണിക്ക്. രാത്രിയാണ് വിശ്വസിക്കണ്ടേ? ഇവന് 6 മണിക്ക് ശേഷം കണ്ണാണൂല, നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന. നിനക്ക് കണ്ണ് കാണൂലേ? രാത്രി ചെറിയൊരു മങ്ങ. അത് പോട്ടെ, ഇവന്റെ ആരും പോട്ടെ. നീ കണ്ടല്ലേ? ഞാൻ കണ്ടതല്ലേ. പപ്പേട്ട ഞാൻ എപ്പോഴും വലിക്കുന്നത് പപ്പേട്ടൻ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ അവിടെ ചെന്നേരം ഒരു ചെറുതായിട്ടൊരു മങ്ങിച്ചൊരു കണ്ടിട്ടുണ്ട്. അപ്പൊ നീ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ ഇവർ രണ്ടുപേരും കണ്ടില്ലേ? വേണ്ട, വ്യക്തമായിട്ട് കണ്ട ഒരാളിന്റെ കൂടെ ഉണ്ട്. നീ പറഞ്ഞു കൊടുക്കറ. ഞാനല്ല, എന്റെ ഭാര്യ കണ്ടെന്നാ പറഞ്ഞ. അത് ആക്സിഡന്റ് ആകാൻ പോകുന്ന രംഗം കണ്ടെന്നല്ല പറഞ്ഞ, അല്ലാണ്ട് വലിക്കുന്ന കണ്ടെന്നാ പറഞ്ഞേ. ഇല്ലക്കാ പറയുന്ന ഇപ്പൊ തേച്ച് വിശ്വസിക്കാനും കഴിയില്ല. അത് ഞാനല്ല. അപ്പൊ നീ കഞ്ചാവ് വലിക്കില്ല? ഇല്ല. എന്നാ ഉറപ്പിച്ചോ ഇയാളാ കഞ്ചാവ് വലിക്കുന്നത്? അയാള് കഴിഞ്ഞ ഓണത്തിന് കമ്പ വലിക്കുന്ന അല്ലാണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ അയാൾ വേറൊന്നും വലിക്കുന്ന ഞാൻ കണ്ടില്ല. നിങ്ങൾ ഇങ്ങനെ മന്ദഗതിയിൽ നിൽക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. നിർത്തിക്കോ. ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയത്. ഓൻ അങ്ങനൊന്നും ചെയ്യൂല. അറിയോ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നല്ല വീട്ടിലെ കുട്ടികളെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുക. അല്ല ജബ്ബാറ, എനക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടാവും. ഈ വിവരം കൂടിയതാ? ഇല്ല, ഒന്നുമില്ല. ഇങ്ങോട്ട് വാടാ. എന്താ ഞാൻ ഈ ബുക്കിൽ വെച്ച പൈസ എവിടെ? പൈസ ഞാൻ കണ്ടില്ല. നീ കണ്ടില്ല? ഇല്ല. നീ കണ്ടില്ലടാ? അതിൽ ഞാൻ വെച്ച പൈസ നീ കണ്ടില്ലടാ? ഇല്ല അമ്മേ. പലപ്പോഴും ഞാൻ അതിൽ വെച്ച കാശ് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നീ എടുത്തിട്ടില്ല? കണ്ടില്ല? ഇല്ലമ്മേ. നീ കണ്ടില്ല? നീ കണ്ടില്ലടാ? നീ കണ്ടില്ലേന്ന്? എടുത്തില്ലേന്ന് സത്യം പറയടാ. ഞാൻ എടുത്തു. ഇപ്പൊ എന്തായി? ഞാൻ ഇവനെ തന്നെ കണ്ടേ പാലത്തിന്റെ അടുത്ത് രാത്രി. കറക്റ്റ് ആയിട്ട് കണ്ടിക്ക്. ഈ എന്തിനാണ് പൈസ എടുത്ത്? കഞ്ചാവ് വാങ്ങാൻ. മനസ്സിലായില്ലേ? മക്കളെ വളർത്തുമ്പോ മര്യാദയ്ക്ക് വളർത്തണം. എനിക്ക് 6 മണിക്ക് ശേഷം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കാണും. അപ്പൊ കാഞ്ചന പറഞ്ഞു സത്യം തന്നെ. ഇവൻ കഞ്ചാവാന്ന്. ചേട്ടാ ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇത്ര നേരം എന്താ പറഞ്ഞത്? എന്റെ മോൻ നല്ലതാന്ന്. നീ കഞ്ചാവ് വലിക്കാറുണ്ടാ? ചേട്ടന്മാര് പോ. അതെ, ഇങ്ങോട്ട് വരാങ്കി പോവാനും ഞങ്ങൾക്ക് അറിയാം. എന്റെ കൈക്ക് പണി ഉണ്ടാക്കട്ടെ. ചേട്ടന്മാര് പോ. എന്താണ് പറയുന്നത്? ആരോട് സംസാരിക്കുന്ന എനിക്ക് വല്ല ബോധമുണ്ടോ? എന്താണ് പറ്റിയ എനിക്ക്? അതെ അശോട്ട, നിങ്ങളിപ്പോ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് തിരിച്ച് കയറി വരുമ്പോ നമ്മൾ ചോദിക്കണം എവിടെ പോയി, എന്തിനു പോയി എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അവര് നമ്മളോട് പറയണം ഞാൻ ഇന്നടത്ത് പോയിന്ന്. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ മക്കളെ കൂട്ടുകാരെ പോലെ വളർത്തണം. എങ്കിലേ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ഞാളൊക്കെ കളിക്കുന്ന കാലത്ത് പുഴക്കരയിൽ പോയാൽ കളിക്കാനൊരു കൂട്ടം തന്നെ ഉണ്ടാവും. അവിടെ നല്ല സുഹൃത്തുക്കളെ കിട്ടും. നമ്മളെ മാനസികാരോഗ്യം നന്നാവും, ശാരീരികാരോഗ്യം നന്നാവും. അന്ന് സ്കൂളിൽ പോകുന്നതന്നെ ഒരു ലഹരിയാണ്. സ്കൂളിലെ മാഷ്മാരുടെ സ്നേഹം, അവരോട് നമുക്ക് തിരിച്ചുള്ള ഭയഭക്തി, സൗഹൃദം, പിന്നെ പങ്കിട്ടെടുക്കുന്ന മുട്ടായി. ഒരു മുട്ടായി വാങ്ങിയാൽ, ഒരു പുളിയച്ചാര വാങ്ങിയാൽ വരെ ഞാൻ 4-5 ആൾക്കാർ ഇങ്ങനെ ഇതാ ഇപ്പൊ തന്നെ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നു. കണ്ടോ, അന്ന് നമുക്ക് ഒരു അരപ്പട്ടിണി അറിയണം. ഇതൊന്നും നമ്മളെ മക്കൾ അറിയണ്ടെന്ന് വിചാരിച്ച് ഓലെ പോറ്റി വലുതാക്കി വെക്കുമ്പോൾ കുട്ടികൾക്ക് ഇപ്പം വേറെ എന്തൊക്കെയാ ലഹരി. ഇപ്പോഴത്തെ എന്താ ലഹരി? ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലഹരി മൊബൈലല്ലേ? അതെ, ഈ മൊബൈൽ എന്ന് പറയുന്നത് നല്ലതിനും ചീത്തയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. അതിന് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് ഉണ്ടാവണം. അതാ വേണ്ടത്. പിന്നെ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ ബേജാറാണ്ട. നിങ്ങളെ മോന്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാരും നിങ്ങളെ കൂടെ ഉണ്ടാവും. ഓനിപ്പം വേണ്ടത് നല്ലൊരു ചികിത്സയാണ്. അതാ വേണ്ടത്. അല്ലാണ്ട് അടിച്ചിട്ടോ പിടിച്ചിട്ടോ ഒരു കാര്യമില്ല. ചികിത്സക്ക് ഞങ്ങളെല്ലാരും. സുരേന്ദ്രേട്ടാ, ചേട്ടൻ വാ. ചേട്ടൻ വാ. സുരേന്ദ്രേട്ടാ, എന്തേ നിങ്ങളെന്തിനാ വീട്ടിൽ വന്നിട്ട് ഓരോ വേണ്ടാത്ത കാര്യം പറഞ്ഞേ? വേണ്ടാത്ത കാര്യമല്ലല്ലോ മോനെ.
നീ വേണ്ടാത്ത ചെയ്തെന്നല്ലേ മോനെ ഞാൻ പറഞ്ഞ്. നിങ്ങൾ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ വീട്ടിലെ സ്ഥാനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിന്റെ വീട്ടിലെ സ്ഥാനം നല്ലതാകാൻ വേണ്ടിട്ടല്ലേ മോനെ സുരേന്ദ്രേട്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പണിയെടുക്ക്. താക്കോലല്ലേ ഡാ, നിനക്കൊക്കെ ഈ അടി സ്പോൺസർ ചെയ്തേ ഞാനല്ല, എന്റെ ബീവിയാ. ദേ എന്താണ്ടാ വിചാരിച്ചത്? പുക അടിച്ച് കയറ്റി ആൺകുട്ടികൾ ഇല്ലാത്ത പോരെ കയറിയത് തോന്നിയാസം കാണിക്കാന്നോ? ഇനി ആൺകുട്ടികൾ വേണ്ട, നമ്മൾ പെൺകുട്ടികൾ മതി. കേട്ടിട്ടാടാ? ഇനി ഇമ്മാരി പുക അടിച്ചോണ്ട് ഇമ്മാരി പണി ഒപ്പിച്ചാല് അടിന്റെ പൂരായിരിക്കും അല്ലേക്കാ? പിന്നല്ല.